നമസ്കാരം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഈ തവണ മാർച്ച് 3-നാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാറി കരമനയാറിന്റെയും കിള്ളിയാറിന്റെയും സംഗമ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ മഹോത്സവമായ ആറ്റുകാൽ പൊങ്കാല വളരെ പ്രസിദ്ധമാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ഉത്സവത്തിന് തുടക്കമാവുന്നത്. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. കണ്ണകി, അന്നപൂർണേശ്വരി തുടങ്ങിയ ഭാവങ്ങളിലും ആദിപരാശക്തിയെ സങ്കല്പിക്കുന്നുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വരെ നിരവധി സ്ത്രീകൾ എത്താറുണ്ട്. കൃത്യമായി അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് മുമ്പ് ഒരാഴ്ചയെങ്കിലും വ്രതം നോറ്റിരിക്കണം. കൂടാതെ ദിവസവും 2 നേരം കുളിച്ച് മത്സ്യം, മുട്ട, മാംസം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കൂടാതെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കാൻ. അതിനു പുറമെ പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. പൊങ്കാലയ്ക്ക് മുമ്പ് കഴിവതും ക്ഷേത്ര ദർശനം നടത്തുക എന്നിങ്ങനെ ഒരുപാട് ആചാരങ്ങളുണ്ട്. പൊങ്കാലയിടാൻ നമ്മൾ പലതരത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ചിലർ മൺകലത്തിലിടും, ചിലർ മറ്റുള്ള പാത്രങ്ങളിൽ ഇടാറുണ്ട്. എന്നാൽ മൺകലത്തിലിടുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല മൺകലത്തിൽ തന്നെ ഉപയോഗിക്കണം. അത് പുത്തൻ മൺകലം തന്നെ വേണം ഉപയോഗിക്കാൻ. അല്ലാതെ കഴിഞ്ഞ വർഷം നിങ്ങൾ ഉപയോഗിച്ച മൺകലം ഉപയോഗിക്കാൻ പാടില്ല. ദേവീ സവിധത്തിൽ ആത്മസമർപ്പണം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് പുത്തൻ മൺകലത്തിലെ പൊങ്കാല. ഇതിന് മംഗള പൊങ്കാല എന്നും പറയും. മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ശരീരമാകുന്ന കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. അതിനാലാണ് മൺകലം തന്നെ വേണമെന്ന് പറയുന്നത്. ഞാൻ എന്ന ഭാവം നിശേഷം കളഞ്ഞ് ആത്മസമർപ്പണം നടത്തുക എന്നതിൻ്റെ പ്രതീകമാണ് കലത്തിനടിയിൽ തീ കൂട്ടുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച പാത്രം വീണ്ടും പൊങ്കാലയ്ക്ക് ഉപയോഗിക്കരുത്. അതുകൊണ്ട് തന്നെ കൂടിയാണ് പുത്തൻ മൺകലം തന്നെ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നത്. പൊങ്കാലയിട്ട കലങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി പാചകത്തിന് ഉപയോഗിക്കരുത്. ആ കലം കഴുകി വൃത്തിയാക്കി അതിൽ അരിയിട്ട് വെക്കാം. തുടർന്ന് ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്നും ഒരു പിടി അരി കൂടി അതിലിടണം. അന്നത്തിന് മുട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ ആ കലത്തിൽ മണ്ണിട്ട് തുളസിയോ പിച്ചിയോ നടാം. പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുവാൻ തെങ്ങിൽ നിന്നുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂട്ട്, കൊതുമ്പ്, അതുപോലെ തന്നെ തെങ്ങോല, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാവിൻ്റെ വിറകും ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. പൊങ്കാല ഇടുന്നതിന് മുൻപ് ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം നേടിയിട്ട് ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. ഏതെങ്കിലും ഒരു ദിവസം, അതായത് പൊങ്കാല ദിവസം തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ദിവസം, ഉത്സവം തുടങ്ങി ഏതെങ്കിലും ഒരു ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിച്ച് ദേവിയുടെ അടുത്തെത്തി അവിടെ നിന്നും അനുവാദം ലഭിച്ച ശേഷം വേണം നിങ്ങൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ. 7 ദിവസം, 5 ദിവസം, 3 ദിവസം എന്നിവയെല്ലാം നിങ്ങൾക്ക് വ്രതം പിടിക്കാവുന്നതാണ്. വ്രത ദിവസം നിങ്ങൾ മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയവ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ പൊങ്കാല ഇടുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഇനി പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനുള്ള കാര്യങ്ങൾ, അതായത് സാധനങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നത്. ചിലർ പൊങ്കാല പായസം മാത്രം വെക്കും, ചിലർ തെരളി വെക്കും, മണ്ടപ്പുറ്റ് വെക്കും. അപ്പോൾ എന്താണോ ഒരെണ്ണം നിവേദിക്കാതെ 3 എന്ന് പറയുന്ന സംഖ്യയിൽ നിവേദിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 3, രണ്ടായിട്ട് നിവേദിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേടിച്ച് വെക്കാം. ഇപ്പോൾ നമുക്കൊരു പൊങ്കാല കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കിറ്റ് കിട്ടും. ആ കിറ്റിനകത്ത് എന്തെല്ലാം ആവശ്യമായ കാര്യങ്ങളുണ്ടോ അവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടാവും. അത്തരത്തിലൊരു കിറ്റ് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് മേടിക്കുന്നതിലും നന്നായിരിക്കും. എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ആറ്റുകാൽ പൊങ്കാല കിറ്റുണ്ട്. അത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രം, എപ്പോഴും പുതിയ വസ്ത്രം ഉപയോഗിച്ച് പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് പുതിയ വസ്ത്രം, നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും പുതിയതായിരിക്കണം. അങ്ങനെ കഴിയാത്തവർക്ക് നല്ലപോലെ വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ള വസ്ത്രങ്ങളായാലും ഉപയോഗിക്കാവുന്നതാണ്. പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം വെള്ളം നന്നായി തിളച്ചിട്ട് നമുക്ക് അരി അതിലേക്ക് ഇടാം. അരി ഇടുമ്പോൾ അരി അല്പം കഴുകി കയ്യിലെടുത്ത ശേഷം കലത്തിൻ്റെ വായിൽ ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം വേണം ഈ അരി നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം തിളയ്ക്കുമ്പോഴും അതുപോലെ തന്നെ അരി ഇടുമ്പോഴും എല്ലാം ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കണം. എന്താണോ എൻ്റെ ആഗ്രഹം അത് ദേവിയോട് പറയണം. അടുത്ത പ്രാവശ്യം ഇതേ സമയം പൊങ്കാല ഇടുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമായിരിക്കും. ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം പൊങ്കാല അർപ്പിക്കുവാൻ.